الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. قل إن كنتم تحبون الله فاتبعوني يحببكم الله. അല്ലാഹയെ മാത്രം കൊള്ളടോ മറ്റെല്ലാതും റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലാഹയെ ഭയക്കല്ലടോ. ഉപ്പയെ പ്രിയം വച്ച രീതിയിൽ അല്ലാഹയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കള്ളുഷാപ്പില്ലി കേറിടാത്തത് സ്വർഗക്കള്ളിനു കോതിച്ചിട്ടോ. ഹൂറിമാ പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നുണച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10-ൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകണേ.
അല്ലാഹുവേ ഞങ്ങളെ നീ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, ഈമാനിൻ്റെ മധുരം അതൊരു മുഅ്മിനായ മനുഷ്യനിക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഈമാനിൻ്റെ മധുരം നമുക്ക് ലഭിക്കുക? നമുക്ക് മുമ്പ് കഴിഞ്ഞ മഹത്തുക്കളായ പലരും അവരെല്ലാവരും ഈമാനിൻ്റെ മധുരം അത് ലഭിച്ചുകൊണ്ട് അമൽ ചെയ്ത ആളുകളായിരുന്നു. ഈമാനിനൊരു മധുരമുണ്ട്. ആ മധുരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത താല്പര്യമായിരിക്കും, വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അത് ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അതിയായ ഹുബ്ബ് കൊണ്ടാണ്. അല്ലാഹുവിനെ സ്നേഹിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ആരുടെയെങ്കിലും അടുക്കൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ, 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ വജദ ഹലാവത്തൽ ഈമാൻ, അവനക്ക് ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നതാണ്. അവനക്ക് ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നതാണ്. ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നതാണെന്ന് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതില്ലേ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്നത്. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ? ജീവിതകാലം മുഴുവനും അല്ലാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ച മഹദിയാണ്. രാത്രി മുഴുവനും നിസ്കാരങ്ങളാണ്, അറ്റമില്ലാത്ത നമസ്കാരങ്ങളാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ബഹുമാനപ്പെട്ട മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിരുന്നത്. ബാക്കി മുഴുവൻ സമയവും അല്ലാഹുവിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട്, നിസ്കാരത്തിലായിക്കൊണ്ട് കഴിച്ചു കൂട്ടിയ വലിയ മഹദിയായ ആളായിരുന്നു റാബിഅത്തുൽ അദവിയ്യ. വലിയ മഹാന്മാരായ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ മറന്റെ അപ്പുറത്തിൽ നിന്ന് കാണാൻ വരാറുണ്ടായിരുന്നു. മറന്റെ അപ്പുറത്തിൽ നിന്ന് വന്നുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അത്രക്കും വലിയ മഹത്വമുള്ള റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് നടന്ന മഹദിയായിരുന്നു. എങ്ങനെയാണ് അവർക്ക് ഇത്രത്തോളം നമസ്കരിക്കാൻ സാധിക്കുന്നത്? ഒരു ദിവസം 100 കണക്കിന് റക്അത്തുകളാണ് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ നിർവഹിച്ചിരുന്നത്. എങ്ങനെയാണ് പ്രിയമുള്ളവർ ഇത്രയും അധികം റക്അത്തുകൾ അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നത്? മറ്റൊന്നുമല്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അതിയായ ഹുബ്ബിന്റെ കാരണത്താലാണ്. അതിയായ ഹുബ്ബിന്റെ കാരണത്താൽ അവർക്ക് ഈമാനിന്റെ മധുരം ലഭിച്ചു, ഈമാനിന്റെ മാധുര്യം അവർക്ക് ലഭിച്ചു. അത് കാരണത്താൽ അവർക്ക് എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും, പകല് മുഴുവൻ ഇബാദത്ത് ചെയ്താലും, രാത്രി മുഴുവൻ അല്ലാഹുവിന്റെ ഇബാദത്തിനായി മുഴുകിയാലും അവർക്കൊരു മടുപ്പും വരികയില്ല, ഒരു നിരാശയും വരികയില്ല, ഒരു മടുപ്പും അവർക്ക് വരികയില്ല. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ ഈമാനിന്റെ മധുരം അവർക്ക് ലഭിച്ചു. അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുക? എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനെ കൃത്യമായി നിരോധിക്കുക, ഒഴിവാക്കുക. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും ഇഷ്ടവും നമുക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് അല്ലാഹുവിനോടുള്ള ഹുബ്ബ് നമുക്കുണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് അല്ലാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടാകുന്നത്.
ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇലാഹി, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, അല്ലൈലു ദഹബ വന്നഹാറു ഖദ് ജാഅ, അല്ലൈലു ദഹബ വന്നഹാറു ഖദ് ജാഅ. രാത്രി ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ പകലിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്, പകലിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ രാത്രി ചെയ്തതായ ഇബാദത്തുകൾ അല്ലാഹുവേ നീ സ്വീകരിച്ചിട്ടുണ്ടോ, അതോ എന്നിൽ നിന്നത് തട്ടിമാറ്റിയിട്ടുണ്ടോ, അത് മടക്കി അയച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു രാത്രി ഒരുപാട് റക്അത്തുകൾ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്കെല്ലാം ഇത് ലഭിച്ചത്? അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. അള്ളാഹുവിനോട് ഹുബ്ബുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിന്നെ എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും എത്ര അമലുകൾ ചെയ്താലും നമുക്ക് മടുപ്പ് വരികയില്ല. ഖുർആൻ എത്ര തന്നെ ഓതിയാലും ആ ഹുബ്ബോടുകൂടെ, ആ സ്നേഹത്തോടുകൂടെ നമുക്ക് ഓതുമ്പോൾ അവിടെ നമുക്ക് പിന്നെ മടുപ്പ് വരികയില്ല. ബഹുമാനപ്പെട്ട മുത്തഹറു സഅദി റളിയല്ലാഹു അൻഹു എത്രയാണ് അവരെല്ലാം ഇബാദത്ത് ചെയ്തത്, എത്രയാണ് അവരെല്ലാം ഇബാദത്ത് ചെയ്തത്. ബഹുമാനപ്പെട്ട ഒരു വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ശൗഖിന്റെ കാരണത്താൽ, ഇഷ്ടത്തിന്റെ കാരണത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രേമത്തിന്റെ കാരണത്താൽ ഒരു വർഷത്തോളം ബഹുമാനപ്പെട്ട മുത്തഹറു സഅദി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. വർഷത്തോളം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ കാരണം അള്ളാഹുവിനെങ്ങനെ ആലോചിക്കും, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കും, കരയും, പിന്നെയും ചിന്തിക്കും, കരയും. അങ്ങനെ ഒരു വർഷത്തോളം ബഹുമാനപ്പെട്ട മുത്തഹറു സഅദി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മളിപ്പോൾ റമദാൻ മാസത്തിലാണല്ലോ ഉള്ളത്. ഈ റമദാൻ മാസം വന്നിട്ട് നമ്മളിൽ നിന്ന് എത്ര പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരഞ്ഞത്? നാം ചെയ്തതായ തെറ്റുകളെ ഓർത്തുകൊണ്ട് എത്രയാണ് നമ്മൾ കരഞ്ഞത്? നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കണേ. നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുവാൻ ഈ റമദാൻ മാസം വന്നിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ റമദാൻ മാസം തന്നെ റബ്ബ് തആല നമുക്ക് എന്തിനു വേണ്ടിയാണ് ഫർളാക്കിയിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? നമ്മൾ നന്നാവാൻ വേണ്ടിയല്ലേ? അതല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളതായ സമൂഹങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞതായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു ചെയ്യാൻ പറഞ്ഞ അതിൻ്റെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ആ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി റമദാനിനെ തന്നത്. അതിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടി അല്ലാഹു നോമ്പിനെ ഫർളാക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചിന്തിക്കണേ. നമുക്ക് ആ തഖ്വ എന്ന് പറയുന്ന അല്ലാഹു പറഞ്ഞതായ ആ തഖ്വ നമ്മളിൽ എത്രത്തോളം ഉണ്ടാണ്ട്, അത് എത്രത്തോളം നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്, അതോ നമ്മളുടെ തഖ്വ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന് പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണേ. തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തെ നമുക്ക് നൽകിയത്. പക്ഷേ ഈ റമദാൻ വിട പറയുന്ന ഈ സാഹചര്യത്തിൽ എത്രത്തോളം നമ്മൾ മുത്തഖീങ്ങളായി മാറിയിട്ടുണ്ട്, ആ തഖ്വന്റെ ക്വാളിറ്റി അത് നമുക്ക് എത്ര കൂടിയിട്ടുണ്ട്, അത് നമ്മൾ ആലോചിച്ചു നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ റമദാൻ കൊണ്ട് ഒരു നേട്ടവും കിട്ടാനില്ല. ആ നേട്ടം കിട്ടിയില്ലെങ്കിൽ വേറെ നേട്ടം എന്താണ് ഈ റമദാൻ കൊണ്ട് നമുക്കുള്ളത്? നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. ഈ റമദാൻ കൊണ്ട് നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെയാണ് ഈ വർഷവും നമ്മുടെ ജീവിതമെങ്കിൽ
പിന്നെ ഈ റമദാൻ കൊണ്ട് എന്താണ് നേട്ടം? ഓരോ വർഷത്തെയും റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. പക്ഷേ ആ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള ആ തഖ്വ നമുക്ക് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ റമദാൻ കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഒരുപാട് കാലം നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല. മരണമെന്ന് പറയുന്ന ആ സത്യം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അത് നമ്മളെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും നമുക്കില്ലല്ലോ. ആ മരണം നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ആകെ ആർഭാടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമെന്നൊരിക്കലും വിചാരിക്കണ്ട. ഇവിടെ നിന്ന് നമ്മൾ മരിച്ചു പോവാനുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ദുനിയാവിൽ കാലാകാലം ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായവ്? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായവ്? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. 6 അടി മണ്ണിൽ ഒരു വീട്. ഈ ദുനിയാവിൽ നമ്മൾ എപ്പോഴാണ് വിട പറയുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോവുക നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് വിട പറയുമ്പോൾ, ഇവിടെ നിന്ന് നമ്മൾ വിട പറയുന്ന സമയത്ത് എന്ത് അമലുകളാണ് നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ളത്, അതിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ സദസ്സ് തന്നെ വിട പറയുമ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുമെന്ന് ആർക്കാണ് അറിയുക? നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? ഈ സദസ്സിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? അടുത്ത റമദാൻ വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയുമോ? നാളെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയുമോ? നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴാണ് മരണം നമ്മളിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. ഈ റമദാൻ കഴിയുന്നതോടുകൂടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നമ്മുടെ ജീവിതം ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കണം ഏത് രൂപത്തിലായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഈ റമദാൻ കൊണ്ട് എന്ത് ഉപകാരമാണ്, എന്ത് നേട്ടമാണ് ഈ റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മുത്തഖീങ്ങളായി മാറണം, തഖ്വന്റെ ഉടമകളായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞതായ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ ശരിയായ രൂപത്തിൽ ഇഖ്ലാസോടെ കൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്
നമ്മൾ എത്രത്തോളം അവനിക്ക് ശരിയായ രൂപത്തിൽ അമൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മരണത്തെയും ജീവിതത്തെയും പടച്ചു. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ഈ നിങ്ങളിൽ വെച്ച് ഏറ്റവും ശരിയായ രൂപത്തിൽ, അഖ്ലസായ രൂപത്തിൽ, അസ്വബായ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ ഇഖ്ലാസോടുകൂടെ ആരാണ് അമൽ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ ജീവിതം തന്നെയാണ് ഇനിയും നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊരു ഫായിദയുമില്ല, അതുകൊണ്ടൊരു നേട്ടവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുത്തഖീങ്ങളായി ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ പറഞ്ഞതിൻ്റെയും കേട്ടതിൻ്റെയും മിസ്ല സവാബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ മരണപ്പെട്ട ആരൊക്കെയുണ്ട് അവരുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവരുടെ ഖബറിൽ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ റമളാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, ഞങ്ങളെ നീ തഖ്വയുള്ളവരെ ഉൾപ്പെടുത്തണേ റമളാൻ ഞങ്ങൾക്കൊരു ഉപകാരമാക്കി തരണേ റഹ്മാനെ. ഈ റമളാൻ കാരണത്താൽ നാളെ തഖ്വയുള്ള മുത്തഖീങ്ങളായിട്ട് മാറാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, ഞങ്ങളുടെ മരണം അത് എപ്പോഴാണ് ഞങ്ങൾക്ക് വരിക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അല്ലാഹുവേ, നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നല്ല വിശ്വാസിയായിക്കൊണ്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, നിന്റെ സ്വർഗം, ആ സ്വർഗത്തിൽ എത്തിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, മറ്റു മഹത്വക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على نبي المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാത്തിലുപരി ഈ മഹത്തായ മജ്‌ലിസിനോട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് സമയമെടുക്കാതെ, എല്ലാവർക്കും അറിയാം നോമ്പ് അതിലേറെ ചൂടാണ്. എന്നാലും ഇത്തരം മഹത്തായ പരിപാടികൾ സംഘടിപ്പിക്കുക, അതിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. കാര്യമായിട്ട് പറയാനുള്ളത്, വളരെ വിപുലമായി 6-7 ദിവസം നമ്മളെ ഈ മദ്രസയിൽ വെച്ച് ക്ലാസ്സുകൾ നടന്നു. വ്യത്യസ്ത പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതോടൊപ്പം ഒരു 3 ദിവസത്തെ മയ്യത്ത് പരിപാലന ക്ലാസ് കൂടി, നമ്മുടെ സ്ത്രീകൾക്കുള്ള ക്ലാസ് കൂടി നമുക്ക് നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ, അത് വളരെ പ്രയോജനപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ര വലിയൊരു ആനക്കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പേടിയാണ്, എനിക്കതാണ്, എനിക്കിതാണ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ കാണാം. എന്ത് പേടി? ആരെയും പേടിക്കേണ്ടത്? നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ, നമ്മളെപ്പോലത്തെ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു കുട്ടി,
നമ്മളെപ്പോലെ ജീവനില്ലാത്തൊരു ശരീരം എന്നല്ലാതെ അതിൽ കഴിഞ്ഞ് അതിൽ യാതൊരു പ്രത്യേകതയും അതില്ലാതെ നമ്മളെ കീഴിൽ പിടിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ആരും അതിൽ അമ്മാനിച്ച് നിൽക്കാതെ ആ പരിപാടികൾ ചെയ്യണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്, മയ്യത്ത് കുളിപ്പിച്ച് കിടന്നിട്ട് സ്ത്രീകൾ ഇതാവുമ്പോൾ പിന്നെ അതിൻ്റെ ശീല ചീന്താൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അത് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ കുട്ടി ഹജ്ജിമ്മ മരിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് രണ്ട് എൻ്റെ സഹോദരിമാരോട് പറയുണ്ടായി, ശീല ചീന്തൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നമ്മളെ കൊണ്ടാവുന്നൊരു കാര്യം. അപ്പോൾ അതുകൂടി നിങ്ങൾ കണക്കിലെടുക്കണം. കാരണം ഏറ്റവും വലിയ മോശം എന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നതിനേക്കായി മോശമാണ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് ആ സ്ട്രക്ചറിൽ ഈ ശീലമൊക്കെ ആകുന്നവരെ കിടത്തുക എന്നുള്ള മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമര്യാദയാണ്. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ ഇറങ്ങുന്ന ആളുകൾ നമുക്കറിയാം, നമ്മുടെ കല്യാകുട്ടി ഹജ്ജിമ്മ അതേപോലെ നബി ഹജ്ജിമ്മ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെല്ലാം ആ പരിപാടിക്ക് ആവശ്യമുള്ളോ ആ സാധനങ്ങൾ മുഴുക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടേ ജനാസ തൊടാവൂ. എല്ലാ സാധനവും വെള്ളം, സോപ്പ്, താളി എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ മുഴുക്കെ നമ്മൾ ആ കുളിമുറിൻ്റെ ഭാഗത്ത് എത്തിച്ചതിന് ശേഷം മാത്രം ജനാസ തൊട്ടാൽ മതി. എന്നിട്ടേ അതിന് പണി തുടങ്ങിയാൽ മതി. അത് ചെയ്യുമ്പോൾ ആ സോപ്പ് എടുക്കുക, ഈ താളി എടുക്കുക, ആ മണ്ണാങ്കട്ട എടുക്കുക, ഇതെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മോശമാണ്. ഒന്നാമത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ആ സ്ഥലത്ത് വെച്ചിട്ട് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. അതെല്ലാം ആ മയ്യത്തിനോട് ചെയ്യുന്ന അപമര്യാദയാണെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ദുആക്കാൻ വേണ്ടിയിട്ട് സംഭാവനകളായിട്ടും വാക്കായിട്ടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളോട് പറയാനുള്ളത്, ഈ ദുആ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൂമി ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, ലോകത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ ഒരേമാതിരി പണമെടുത്തിട്ടും ഇന്ന് നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് അബുദാബിയിൽ നിന്ന് വിളിക്കേണ്ടായി. പാലസിൽ ജോലി ചെയ്യുക, രാജാക്കന്മാരുടെ വീട്ടിൽ ജോലി ചെയ്യുക, ഞങ്ങൾക്ക് വരെ ശമ്പളം എത്തിയിട്ടില്ല, ശമ്പളമൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് വിളിക്കേണ്ടായി. അത്രയും നമുക്കിവിടെ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഗ്യാസിന് ചെറിയ പ്രശ്നം വരുമെന്ന് പറയുമ്പോഴേക്കും നമുക്കെല്ലാം കൂടി ഹാലളയിക്കണം. നമ്മളെ മക്കൾ, നമ്മളെ ഭർത്താക്കന്മാർ, നമ്മളെ ഉപ്പമാർ ഈ അറബ് രാജ്യത്ത് ചൂടും തണുപ്പും, അവിടുത്തെ ചൂടൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച ആളുകൾക്കേ പറയാൻ പറ്റുള്ളൂ. അറബികളുടെ വീടുകളിലും ഡ്രൈവർമാരായിട്ടും അത്യാവശ്യം വളരെ കുറഞ്ഞ ആളുകൾ വയറിൻ്റെ ചിലപ്പോൾ യൂസുഫ് അലിയാകാവരാവാം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ 1000-ൽ 1-ഓ 2-ഓ അതിൽ കൂടുതലുണ്ടാവില്ല. ബാക്കി മുഴുവൻ സാധാരണക്കാരാണ്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരോട് വളരെ വളരെ വേദനയോട് കൂടി പറയാനുള്ളത്, നിങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് ഇബാദത്ത് ആളുകളാണ് എൻ്റെ പൊന്നുമ്മമാർ, പൊന്നു സഹോദരിമാർ. പ്രവാസ ലോകത്ത് നമ്മൾ കഴിയുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ ഉപ്പമാർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പ്രതിസന്ധി അല്ലാഹുവേ, പടച്ചവനെ, നിൻ്റെ ഖാലിഖായ റബ്ബേ, നിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഈ പ്രതിസന്ധി ഉയർത്തണേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദ്വാരക്കണോടി വസിയത്ത് ചെയ്യുകയാണ്. കാരണം അത്രയും ആ രാജ്യത്തിനൊക്കെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതി, എന്തായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ, നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ. നമ്മളൊക്കെ വളർന്നു വന്ന ആ ഒരു സാഹചര്യം അല്ല ഇന്ന്. നമ്മളെ മക്കൾ വളർന്നു വരുന്നത് ആ ഒരു സാഹചര്യത്തിലില്ല. ഇന്ന് മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണ കാലഘട്ടം, ബസ്സിന് പോകണ AC ഇല്ല എന്നുണ്ടെങ്കിൽ തൂങ്ങി മരിക്കണ കാലഘട്ടം. ഇതാണ് നമ്മളെ ഇന്നത്തെ പേപ്പറിൽ ഇന്നലെ രാത്രി വരെ, ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ച, ഇന്നലെ മിഞ്ഞാന്ന് തറാവി നിസ്കരിച്ച ഒരു 23 വയസ്സായ ഒരു കുട്ടി ഈ കുറ്റിപ്പുറം ഭാഗത്ത് വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കണം. അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, മിഞ്ഞാന്ന് തറാവി നിസ്കാരത്തിന് ആ കുട്ടിയുണ്ട്. ഇതാണ് ആത്മഹത്യാ പ്രവണന. ഈ മരണത്തിന് യാതൊരു, ഇന്നലെ നമ്മളെ പ്രിയപ്പെട്ട മാവുംകുന്നത്ത് നമ്മളറിയുന്ന ഒരു PK ബേക്കറിൻ്റെ പൂന്തല മൊയ്തുഹാജി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വഫാത്താവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുന്ന സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറായിട്ട്. നമുക്കറിയുന്ന, അപ്പോൾ മരണത്തിന് ഇന്ന് വരും നാളെ വരും, നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് മരിക്കാം, ഇതൊന്നും യാതൊരു പ്രശ്നം. അല്ലാഹുവിൻ്റെ അജലിയായ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ അവിടെ ആണ്ടോ ബിന്ദിക്കുക. ഇങ്ങോട്ട് ഞാൻ വയത് പറയില്ല, ഒരു അനുഭവം പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്. അതേപോലെ തന്നെ അപ്പോൾ
ഈ കാര്യത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ വാപ്പമാർക്കൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ ഇന്നലെ മരണപ്പെട്ട ഫാത്തിമ കുട്ടി എന്നിവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മക്കൾ സംഭാവന ചെയ്തിട്ട്, സംഭാവന എന്നുള്ളതെല്ലാം നമ്മളെ ഈ മദ്രസയോട് ബന്ധപ്പെട്ട അടുത്ത വീട്ടിലൂടെയുള്ള ഒരാളായിരുന്നു അവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ അമ്മാവൻ്റെ മകൾ കൂടിയായ സുഹ്റാജിമ്മ വളരെ വല്ലാത്തൊരവസ്ഥയിൽ വെന്റിലേറ്ററിൽ കൈകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞിനാജിൻ്റെ മകള്, നമുക്കറിയാം, നമ്മളെ ശിഹാബിൻ്റെ ഒക്കെ പെങ്ങള്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ ഒരു സ്നേഹിതന് ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷത്തിന് വിധേയനായിട്ട് കിടക്കുകയാണ്. സംഘടനാപരമായിട്ട് ഞങ്ങൾ തിരൂർ മേഖലയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉസ്താദന്മാരോട് പറയുകയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മളെ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് ടൈൽസും മറ്റും ഇടാനുള്ള പൈസകളൊക്കെ നിങ്ങളൊക്കെ തന്നിരുന്നു. എത്രമാത്രം ആ വിഷയത്തിനോട് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയുമ്പോൾ യാതൊരു മടിയുമില്ലാതെ ടൈൽസിനാണെങ്കിൽ ഇത്രയെന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ നാട്ടുകാർ ഈ മദ്രസക്കും വേണ്ടിയിട്ട് തരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരിക്കലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തരൂല, അല്ലെങ്കിൽ ആ പരിപാടി വിജയിക്കൂല എന്നുള്ള അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. എല്ലാ നിലക്കുള്ള കടപ്പാടും നന്ദിയും ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എല്ലാ നിലക്കും വളരെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും അതിനുവേണ്ടി എല്ലാ നിലക്കുള്ള നന്ദിയും കടപ്പാടും ഞങ്ങളെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പണിയെ ബാക്കിയുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് OSF-ൻ്റെ പ്രവർത്തകർ ആ കാര്യം കൂടി ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പണിയും കൂടി നടക്കും. നമ്മളെ ഈ മഹത്തായ സ്ഥാപനം നമുക്കറിയാം. ഇന്നിപ്പോൾ ഈ അവസ്ഥ കണ്ടില്ലേ, പേപ്പറും ദൃശ്യമാധ്യമങ്ങളൊക്കെ പറയുന്നത് ഹോസ്റ്റലിൽ ഭക്ഷണമില്ല, ഹോട്ടലിൽ ഭക്ഷണമില്ല, ഹോസ്റ്റലുകാരൊക്കെ ഇനി പൂട്ടുകയാണ്. അപ്പോൾ എത്ര ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ ആളുകളും ഇനി ഭക്ഷണം കിട്ടാതെ എന്താ ചെയ്യുക? താമസിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം ഇല്ല. ഇതാണ് ഈ ഒരു 15 ദിവസത്തെ നമ്മുടെ അവസ്ഥയെങ്കിൽ ഇതിലും വലിയൊരു അവസ്ഥ വരികയായിരിക്കും. നമ്മൾ എന്തായിരിക്കും നമ്മളൊരു അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കൊന്നും എന്നെപ്പോലെ പ്രായമായ ആൾക്കാർക്കൊന്നും ഈ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ എല്ലാ വെയിലിലും ചളിയിലും വളർന്നു വന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ മക്കളെയാണ്. പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ ഇൽമി വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മറ്റുള്ള വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം ഇസ്ലാം പഠിക്കാതെ, ഇസ്ലാമിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലാണ് ഈ രീതിയിലൊക്കെ പറഞ്ഞ ഖുർആൻ വളരെ നസ്സായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. ഇത് ഖുർആനാണ്. എൻ്റെ ഉമ്മ വാപ്പാനോട് ചെയ്യുന്നുള്ളൊരു വാക്ക് പോലും നീ പറയരുത് എന്ന് പറയുന്നത് മകനോടും മകളോടുമാണ്. ഇങ്ങനെ പഠിച്ച പ്രത്യയശാസ്ത്രം ഭൂമി ലോകത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മദ്രസയിൽ അഡ്മിഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ കുട്ടികളെയും ഈ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർക്കണം. ഇൻഷാ അല്ലാഹ് 10 അധ്യാപകരോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊല്ലത്തെ വാർഷിക പരീക്ഷയിൽ നമ്മുടെ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ 2 മക്കൾക്ക് ടോപ്പ് പ്ലസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരാൾ മുഹമ്മദ് ഇഹ്സാൻ എന്ന് പറഞ്ഞ കുട്ടിക്കുള്ള ഒരു മൊമൻറ്റോ വാണിയന്നൂർ മൈനങ്ങാടി SKSF-ൻ്റെ വക കൊടുക്കാമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രിയങ്കരനായ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ആദരണീയായ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ആ അവാർഡ് ആ കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടീനെ ആദരപൂർവ്വം ഈ മഹത്തായ പരിപാടിക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. എല്ലാവർക്കും വേണ്ടി അന്യോന്യം ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, ലോകത്തിലുള്ള ഈ പ്രതിസന്ധി മുഴുവൻ ലോകത്ത് പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് വാണിയന്നൂർക്കാർക്ക് എന്താണെന്നുള്ള ആ ഒരു മനോഭാവം ആർക്കും ഉണ്ടാവാൻ പാടില്ല. വാണിയന്നൂർക്കാർക്ക് തന്നെയാണ് അതിലുള്ള പ്രയാസങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫോണുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ട് ഗൾഫിൻ്റെ നമ്മളെ ഈ വാണിയന്നൂർ നമ്മുടെ ഈ കമ്മിറ്റി ഭാരവാഹികൾപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിനും പിന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട്.
ഈ ഹജ്ജ് സമയത്തൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്ന് മലിക്കുൽ ജബ്ബാർ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. സുഖകരമായിട്ട് ഹജ്ജും ഉംറയും ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും സുന്ദരമായിട്ട് പോയിട്ട് പങ്കെടുത്ത് എല്ലാം പരിപൂർണമായ ഹജ്ജും ഉംറയും മറ്റുള്ള സിയാറത്തൊക്കെ ചെയ്ത് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള അനുഗ്രഹം ആരോഗ്യം അവർക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സംഘങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ പോകുന്ന ഹജ്ജാജികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ മഹല്ല് കമ്മിറ്റിൻ്റെ കീഴിൽ വെച്ച് നമ്മൾ ഒരുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദുആ വസിയത്തോടു കൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മനിങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് പരിശുദ്ധമായ ഒരു അമലായി കബൂലാക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ ഈ ഒരു സദസ്സിൽ സ്വലാത്തുകൾ ചൊല്ലി അസ്മാഉൽ ബദർ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയത് അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് നാളെ രാത്രിയാണ് നമ്മുടെ 27 രാവ് ദുആ മജ്ലിസ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിയതുപോലെ അതിനേക്കാൾ വിപുലമായി ഇൻഷാ അല്ലാഹ് ഈ വർഷം നടത്താനാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരും ആവണം. നേരത്തെ തന്നെ എല്ലാവരും എത്തണം. സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. 27 രാവ് എന്ന് പറയുമ്പോൾ ലൈലത്തുൽ ഖദർ വല്ലാതെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്റിലായി ഒരുമിച്ച് കൂടിയിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഖിറ വിജയത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനാജി ഇവിടെ പറഞ്ഞു. അള്ളാഹു അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റസാഖാക്കാൻ്റെ ഉമ്മ നല്ലൊരു ദിവസത്തിലാണ് മരണപ്പെട്ടത്. ആ ദിവസത്തിൻ്റെ നല്ലൊരു മാസത്തിലുമാണ്, നല്ലൊരു ദിവസത്തിലുമാണ്. അള്ളാഹു ആ ഫളീലത്തൊക്കെ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മരണപ്പെടുന്നവർക്ക് ഖബറിൻ്റെ ശിക്ഷയിൽ ഇളവുണ്ടാവും എന്നും ശിക്ഷ തന്നെ ഉണ്ടാവുകയില്ല എന്നും ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദറജ നൽകി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെയും മദ്രസൻ്റെയൊക്കെ ഒരു ഹാദിമായിട്ടുള്ള ഷിയാബാക്കയുടെ പെങ്ങള് ഹോസ്പിറ്റലിലാണ്, വലിയ അപകട നിലയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മാസത്തിൻ്റെയും മജ്ലിസിൻ്റെയും ബദരീങ്ങളൊക്കെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു ഒരു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്രസയുടെ അഡ്മിഷൻ്റെ സമയം അടുത്തു വരികയാണ്. കഴിഞ്ഞ വർഷം ഓരോ വർഷം ഇങ്ങനെ കടന്നു വരുമ്പോഴും അഡ്മിഷൻ വല്ലാതെ ചുരുങ്ങി പോകുന്നു എന്നാണ് അറിയുന്നത്. അത് കുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണോ അതല്ല മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഭൗതിക സ്ഥാപനങ്ങളിൽ നിന്ന് മതവിദ്യാഭ്യാസം നേടുമ്പോൾ അതിനതിൻ്റെതായ കുറവുകൾ ഉണ്ടാവുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. മതവിദ്യാഭ്യാസത്തിന് വല്ലാത്തൊരു ബറക്കത്ത് ആവശ്യമാണ്. ബറക്കത്തുണ്ടാകുന്നത് മഹാരഥന്മാരായിരിക്കുന്ന ആളുകൾ സ്ഥാപിച്ച സ്ഥാപനം, പാരമ്പര്യം, പഴക്കം, ഇതൊക്കെ അതിൽ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് ശരഈയായ ദീന് പഠിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം പള്ളി മദ്രസൊക്കെയാണ്. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം ഒന്ന് സൗകര്യപ്പെടാൻ വേണ്ടി നമ്മൾ സത്യത്തിൽ മദ്രസനെ പൊടിച്ചൊന്ന് ഞെരുക്കുകയാണ്, സ്കൂളിലേക്ക് ആ വിദ്യാഭ്യാസം മാറ്റിക്കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ സത്തയോടുകൂടെയും അദബോടുകൂടെയും മതവിജ്ഞാനം കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നത് ഒന്നാമത്തെ കാരണം സ്കൂളിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്നത് പോലെ ലാഘവത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ദീന് ശരീഅത്ത് പഠിക്കുമ്പോഴാണ്. എന്നാൽ മദ്രസയിലേക്ക് വരുന്നൊരു കുട്ടി രാവിലെ നേരത്തെ എണീറ്റ് വൃത്തിയായി ശരഈയായ ഇൽമ് പഠിക്കണമെന്ന ഒരേ ലക്ഷ്യത്തിലാണ് വരുന്നത്. മറ്റുള്ള ഒന്നും ലക്ഷ്യമല്ലല്ലോ, ശരഈയായ ഇൽമ് പഠിക്കണം എന്ന ലക്ഷ്യത്തിൽ ഇത് മദ്രസയിൽ വരുന്നു. ഫാത്തിഹ ചൊല്ലി തുടങ്ങുന്നു. അതിനുവേണ്ടി മാത്രം വരുന്ന അധ്യാപകർ സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ഇതൊരു ബറക്കത്തുള്ള സംവിധാനമാണ്. അതിന് പകരം നിർത്താൻ മറ്റുള്ള സംവിധാനങ്ങൾ കൊണ്ട് ആവില്ല. നേരത്തെ അബ്ദുറഹ്മാനാജി സൂചിപ്പിച്ചതുപോലെ വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പല രക്ഷിതാക്കളും എന്ന് പറയുന്ന ഒരു പരാതി നമ്മളെ നാട്ടിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ രക്ഷിതാക്കൾ, ഉമ്മാരും വാപ്പാരും പറയുന്ന ഒരു പരാതി എന്താ? വാപ്പാര് പറയും മക്കള് പറഞ്ഞാൽ കേൾക്കണില്ല, അത് കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കണില്ല. രണ്ട്, തെറി പറയാണ്, മക്കള് തെറി പറയാണ്, മോശം ചീത്ത വാക്ക് ഉമ്മാനോടും വാപ്പാനോടും പറയാൻ പറ്റാത്ത വാക്കുകൾ
പറയാണെന്ന് വാപ്പാര് പറയും. ഉമ്മാരെ പരാതി എന്താ? പലപ്പോഴും ദ്വാരക്കാൻ വേണ്ടി പറയണതാണ്, ഉമ്മാരെ തല്ലാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഉമ്മാക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു സംസാരം, ഒരു നോട്ടം, ഒരു ആംഗ്യം പോലും ഉണ്ടാവരുത്. ഇനി എന്താണ് ഇതിന് കാരണം എന്നൊന്നും, നമ്മളെ ദർസിൽ 50ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു എല്ലാ മാസവും കുട്ടികൾ വീട്ടിൽ പോയതിനു ശേഷം രക്ഷിതാക്കളോട് വിളിച്ചു ചോദിക്കാറുണ്ട്, എന്താണ് കുട്ടികളെ പറ്റി അഭിപ്രായം, വല്ല പരാതികളുണ്ടോ? ഇന്നേ വരെ ഒരു രക്ഷിതാവും ഇങ്ങനത്തെ പരാതികൾ പറഞ്ഞിട്ടില്ല. അനുസരണക്കേട് കാണിക്കുന്നു എന്നോ, തെറി പറയുന്നു എന്നോ, ഉമ്മാൻ അടിക്കുന്നു എന്നോ പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ അതിന് കാരണം? മതബോധത്തിന്റെ കുറവ്. അപ്പൊ നമ്മളെ മക്കള് ഇങ്ങനെ കേടെന്ന് പോകുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മൾ മതബോധം കൊടുക്കാത്തതും മതവിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ആ സമയം കൂടി സൗകര്യപ്പെടാനും വേണ്ടി ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അതിൽ എന്ത് പറയുന്നില്ല? അതിൽ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രസവിച്ച ഉമ്മാനെ കുറിച്ച് ചർച്ചയില്ല. ആകാശത്തിനെ കുറിച്ച് ചർച്ച ഉണ്ട്, ചന്ദ്രനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും, ലോകത്ത് കാണുന്നതും കാണാത്തതുമായ വസ്തുക്കളെ കുറിച്ച്, പ്രത്യേക നിരീക്ഷണം, മെഷീനുകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്ന ബാക്ടീരിയകളെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ചർച്ച ഉണ്ട്. അമീബനെ കുറിച്ചൊക്കെ ചർച്ച ഉണ്ട്. ഉമ്മാനെ കുറിച്ച് ചർച്ചല്ല, ഉപ്പാനെ കുറിച്ചും ചർച്ചല്ല. ഉമ്മ ആര് ഉപ്പയാര് എന്ന ഒരു ചർച്ച സ്കൂളിൽ ഇല്ലാത്തതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കേടുവന്നുവാനുള്ള കാരണം. അപ്പൊ ആരാണ് കുട്ടികളെ അങ്ങനെ കേടിയിരുത്തുന്നത്? ഈ തല്ല് കൊള്ളണ ഒരവസ്ഥ, തല്ല് കൊള്ളിക്കുന്നത് ആരാണ്? ഉമ്മനെയാണ്. മക്കള് ചീത്ത പറയുന്നു, തെറി പറയുന്നു, ആരാ കാരണം? വാപ്പനെയാണ്. കാരണം കൊടുക്കേണ്ട വിദ്യാഭ്യാസം അതിന്റെ ശരിയായ രൂപത്തിൽ കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തല്ലുകൊള്ളാതെ നല്ല നിലക്ക് ജീവിച്ചു പോകാന്ന ചുരുക്കി പറഞ്ഞാൽ ആഖിറത്തിൽ അവരെ കൊണ്ട് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. ഒരു മോനക്ക് ദീനി വിദ്യാഭ്യാസങ്ങൾ എത്ര കൊടുത്താലും ഒരിക്കലും ഓനെ കൊണ്ട് നമുക്ക് ദുന്യാവിൽ വഷളാവേണ്ടി വരില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലോ, എന്ത് നല്ല മക്കളാണ്. ഇപ്പൊ 20 വയസ്സിന് മേലെയുള്ളവര് സുബ്ഹാനല്ലാഹ്, അവര് ലൈലത്തുൽ ഖദറിന് പള്ളിയിലുണ്ട്. അവര് മതവിദ്യാഭ്യാസം ശരിക്കും കിട്ടിയവരാണ്. എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയൊന്നല്ല പറയുന്നത്, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അങ്ങനത്തെ കുട്ടികളുണ്ട്. അവര് യാത്ര ചെയ്യുമ്പോ ഗൾഫിൽ പോവുകയാണെങ്കിൽ ആദ്യം അതിന്റെ മസാലകൾ ചോദിച്ച് പള്ളിയിൽ വരും, മസാലകൾ ചോദിക്കും. എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ മുത്താലിമികളോട് ചോദിക്കും. മസാലകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ യാത്ര ചെയ്യുക. അവർ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ മസാലകൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എന്ത് സമ്പാദിക്കുകയാണെങ്കിൽ അള്ളാന്റെ പൊരുത്തം വേണം നീയത്തുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശത്ത് പോയാൽ ജോലിക്ക് പോകുമ്പോ, ഇപ്പൊ നാളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, വിദേശത്താണ് ജോലി, അറബി രാജ്യമല്ല, പല പണി കിട്ടാതെ ഇടങ്ങാറായി നിൽക്കുകയാണ്. പക്ഷെ ചില പണികളൊക്കെ കിട്ടൽ, എന്തേലും ഒരു പണി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പണിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുപോകുന്നത്. അത് അറവാണ്. അപ്പോൾ പോവാന്നായി. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ നമ്മളെ ശരീഅത്തിനൊത്തൊരു അറവല്ല, വെടിവെച്ചിട്ടുള്ള അങ്ങനെ കൊല്ലാണ്. അങ്ങനെ ആകെ ഇടങ്ങാറായി പോയെന്നും ആ അവസ്ഥയിൽ അതിൽ നിന്ന് എങ്ങനെ പോന്നു കഴിഞ്ഞാൽ അവർ തെറ്റിയാൽ പിന്നെ ഒരു പണിയും കിട്ടാതാവും കമ്പനിയോട്. അങ്ങനെ അള്ളാഹു ആ സമയത്ത് അവനെ രക്ഷിച്ചു എന്നുള്ളൊരു കഥ, ഒരു സംഭവം ഭയങ്കര അത്ഭുതത്തോടു കൂടെ അവൻ പറയുണ്ടായി. അങ്ങനത്തെ നല്ല ചെറുപ്പക്കാർ നമ്മളെ നാട്ടിലുണ്ട്. ദീന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഖുർആന് മുതല്ലിമീങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഖുർആൻ ഓതി പഠിക്കുന്ന, കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാര്, ഇപ്പൊ ഈ അടുത്തൊക്കെ കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ആ പ്രായമൊക്കെ എത്തിയ 25-26 വയസ്സുള്ള ചെറുപ്പക്കാര് ഖുർആൻ ഓതി പഠിക്കുന്നവർ, അവർ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, വലിയ ജോലി ചെയ്യുന്നവരാണ്, കൂലിപ്പണിക്കാരും ഉണ്ട്, ഏത് പണിക്കാരും ഉണ്ട്. അപ്പോ ദീനി വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത്, അത് നമ്മളെ മക്കൾ നേടിയാൽ അതിന്റെ പേരിൽ നമുക്ക് ദുന്യാവിലോ ആഖിറത്തിലോ ഒരു കുറവുണ്ടാവില്ല. ഇപ്പൊ മീശപ്പടി പള്ളിയിൽ നമ്മളെ മഹല്ല് കമ്മിറ്റിന്റെ കീഴിൽ തന്നെയാണ് നമ്മുടെ സ്വദേശി ദർസ്. പക്ഷെ കുട്ടികള് നമ്മുടെ ഈ ഭാഗത്തുനിന്നൊന്നും അതിലില്ലാന്ന് തോന്നുന്നുണ്ട്. കാര്യം കൂടുതൽ പാലത്തിങ്കൽ ഏരിയയിൽ നിന്നാണ്. അപ്പൊ കുട്ടികളെ ചേർക്കുന്ന കാര്യത്തിൽ നമുക്ക് അത്തരം വിഷയങ്ങളൊരു താല്പര്യം വേണം. ഈ മദ്രസ സാഹചര്യവും
എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ മദ്രസ സംവിധാനം കൊണ്ട് പോലും ശരിക്കൊരു കുട്ടി നല്ല നിലക്ക് വളരൂല. കാരണം 1.5 മണിക്കൂർ ദീന് പഠിച്ചാൽ ബാക്കി 6 മണിക്കൂർ ഇതിന് നേരെ എതിരാണ് സാഹചര്യങ്ങളും സിറ്റുവേഷനും കൂട്ടുകാരും അധ്യാപകർ തന്നെയും. ഈ മതവിദ്യാഭ്യാസത്തിൽ എന്താ പറയുന്നത് നേരെ തിരിച്ചാ പറഞ്ഞു കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു കുട്ടി നന്നാവൂല. ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പള്ളിയിൽ മദ്രസയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കും. ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ടത്. പക്ഷേ സ്കൂളിൽ ഇടക്കിടക്ക് പരീക്ഷ ഉണ്ടാവും. അപ്പൊ പരീക്ഷ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയും രക്ഷിതാക്കള്. അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ടുണ്ടാവും, അത് എഴുതാണ്ടാവും. ഈ മഗ്‌രിബ് ഇശാഇന്റെ വിലപ്പെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട പണികൾ എടുക്കുകയാണ് കുട്ടികൾ. രക്ഷിതാക്കളും അതിന് പ്രോത്സാഹനം നൽകുന്നു. അപ്പൊ ഇന്ന് ക്ലാസ്സിന് പോണ്ട, കാരണം ഒന്ന് എഴുതാണ്ട് പഠിക്കാണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ ഈ എന്താ പഠിക്കണത്, ഉമ്മ ആരെന്നാണ് പഠിക്കണത്, എന്താ ഉമ്മാനെ ബഹുമാനിക്കണ്ട, എങ്ങനെ ഈ പ്രപഞ്ചനാഥൻ ആര്, അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കണം, എങ്ങനെ വഴിപ്പെടണം, ഈ ദീന് പഠിക്കുന്നത് ഞമ്മക്ക് ഉത്സാഹമില്ലാത്തതുകൊണ്ടാണ്. ചുരുക്കി ഒന്നുകൂടിയും വ്യക്താക്കി പറഞ്ഞാൽ, ഞമ്മക്ക് ഈ ഇവറ്റങ്ങളെ വിറ്റിട്ട് നമ്മള് ദുന്യാവ് കൊണ്ട് വാങ്ങുകയാണ്. ഈ മക്കളെ വിൽക്കുക, നരകത്തിന് വിൽക്കുക, എന്നിട്ട് ദുന്യാവ് വാങ്ങുക. അതാണ് ചുരുക്കിയാണ് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ അതാണ്. അതായത് ഈ മക്കള് ആഖിറത്തിൽ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ദുന്യാവിൽ ഐറ്റങ്ങൾ നല്ല ജോലി നല്ല ശമ്പളമൊക്കെ വാങ്ങി നമുക്ക് ഇങ്ങനെ സുഖമായി ജീവിക്കണം. ആഖിറത്തിൽ പോണടത്തേക്ക് പോയിക്കോട്ടെ, നരകമാണെങ്കിൽ നരകം. അപ്പൊ ഈ നരകത്തിന് മക്കളെ വിറ്റ് ദുന്യാവിൽ സുഖിക്കുക എന്ന ചില ചിന്ത ചില രക്ഷിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ചുരുക്കി തുറന്നാണ് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിറുസ്സമാന്റെ ഫിത്നകളിലൊന്നും പെടാതെ നല്ല നിലക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ 26ാവിന്റെ പരിപാടി എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം, അതിന്റെ പ്രചാരകരാവണം. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാര് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സജീവമായി പങ്കെടുക്കുന്നവരാണ്. ഇപ്പോൾ മജ്‌ലിസ് നൂറിനാണെങ്കിലും സ്വലാത്തിനാണെങ്കിലും സജീവമായി പങ്കെടുക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാര്. മറ്റുള്ളവരെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സക്കീനാത്ത ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മജ്‌ലിസിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവര് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഖുർആൻ ക്ലാസ് 3 എണ്ണത്തിൽ 1 നടക്കുന്ന ആ വീട്ടിലാണ്. അങ്ങനെ സ്ത്രീകൾക്കുള്ള ഖുർആൻ ക്ലാസ് 3 വീടുകളിലായി ഏകദേശം 45ഓളം ഉമ്മമാര് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസം. റമദാൻ ആവുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം. ഇങ്ങനെയാണ് അത് നടന്നു വരാറുള്ളത്. അതിൽ ആരെങ്കിലും പങ്കെടുക്കാത്ത ഉമ്മമാരുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ പൂതിപ്പാപ്പാന്റെ യാറം ആ ഭാഗത്ത് ഉള്ള ഉമ്മമാർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ ഏതെങ്കിലും വീടിൽ സൗകര്യമാകുകയാണെങ്കിൽ ഖുർആൻ ഉമ്മമാര് വന്ന് ഇരുന്ന് ഒരു ദിവസം അസറിന് ശേഷം കൂടിയിരുന്ന് ഖുർആൻ ഓതി പഠിക്കാനുള്ള അവസരം ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരെ അതുകൂടെ അറിയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസ് ഉള്ളതാവാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാന് വിട പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, വല്ലാത്ത പേടിയാണ്. ഈ റമദാനിൽ എന്താ നമ്മൾ ഉണ്ടാക്കിയത്, കഴിഞ്ഞ റമദാനെ അപേക്ഷിച്ച് കുറവോ കൂടുതലോ ഒന്നും താരതമ്യം ചെയ്തു പോകുമ്പോൾ പേടിയാണ്. റമദാന്റെ രാത്രികളിൽ ഞാൻ ഇന്നലെ രാത്രി ആണ് ഇവിടെ വന്നത്. രാത്രി ഇങ്ങനെ പോരുന്ന സമയത്ത് തറാവീഹ് കഴിഞ്ഞിക്കണ്, എന്നാലും അങ്ങാടികളൊക്കെ സജീവമായി, കച്ചവട സ്ഥാപനങ്ങൾ 1 മണിവരെ 2 മണിവരെ 3 മണിവരെ. റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കച്ചവടം, ഒരു ബിസിനസ്സാണ്. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗം വാങ്ങാനുള്ള ഒരു ബിസിനസ്സും കച്ചവടമായി മാറണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ എപ്പോഴും കുടുംബത്തിൽ ചില ചിട്ടകൾ നമ്മുടെ ഭാര്യമാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ശീലിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ 10 എൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നു എന്ന് റഹ്മത്തിന്റെ വാതിലുകൾ തുറന്ന് ഇങ്ങനെ നമ്മുടെ ഉത്തരം നൽകാനുള്ള കാത്തിരിപ്പിൽ മലായിക്കത്ത് വല്ലാതെ കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങാടിയിലൂടെ ഷോപ്പിങ്ങിനും മറ്റൊക്കെ തെണ്ടി നടന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നൊരു പേടി നമുക്കൊക്കെ വേണം. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാനാണ്, ദീർഘമായി സംസാരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ മജ്‌ലിസിലേക്ക് നിങ്ങൾ കരുതിയ സദഖ നൽകുക.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى حضرات جميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا وكرا وأنثى كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى مراتبهم يا رب العالمين റഹ്മാൻ റഹീമായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയതും പാരായണം ചെയ്തതും ഖബൂലാക്കണേ റഹ്മാനെ നസീഹത്ത് ഖബൂലാക്കണേ റഹ്മാനെ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ ചെറുതും വലുതുമായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫാ നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ മാനെ സിഹറുകൾ മരണങ്ങൾ മാറാവ്യാധികൾ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ ആഖിബത്ത് മോശമാകുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടെ സ്വർഗം കണ്ട് മുത്ത് ഹബീബിൻ്റെ മുഖം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലസീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീത് ചെയ്തവരുടെ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ അടുത്ത് മരണപ്പെട്ട ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ് ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അവരുടെ കുടുംബം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ എല്ലാ ഹസനാത്തുകളും ഖബൂലാക്കണേ റഹ്മാനെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾക്കും യാതനകൾക്കും സ്വർഗം നൽകണേ റഹ്മാനെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ മുഅ്മിനീങ്ങളുടെ ഖബർ നൽകണേ റഹ്മാനെ ഞങ്ങൾ അതുപോലെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീത് ചെയ്ത ശിഹാബാക്കാൻ്റെ സഹോദരിക്ക് നീ ആജിലായ ശിഫാ നൽകണേ റഹ്മാനെ എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ
ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തവരുടെ സംഭാവനകൾ കബൂലാക്കണേ റഹ്മാനെ. സ്വർഗം ലഭിക്കുന്ന സംഭാവനയാക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവർ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രതികൂലമാവുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ കൊണ്ട് റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. തഖ്വ നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും നീ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിനും ഞങ്ങളുടെ മദ്രസക്കും ദർസിനും സേവനം ചെയ്യുന്നവർ, ഖിദ്മത്ത് ചെയ്യുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, ഞങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നവർ, മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകുന്ന സഹോദരി സഹോദരന്മാരെ കബൂലാക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ആരാമങ്ങൾ നൽകണേ റഹ്മാനെ. അവർ ചെയ്യുന്ന ദീനീ സ്ഥാപനങ്ങൾക്കും ദീനിനും ചെയ്യുന്ന ഖിദ്മത്തിനേക്ക് പകരമായി നീ സ്വർഗം നൽകണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ റഹ്മാനെ. മദ്രസയിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്നവർ, ടൈൽസ് ഇടാൻ വേണ്ടി സ്വതക്ക നൽകിയവർ, മറ്റും എല്ലാ സംഭാവനകളും നൽകിയവരുടെ സ്വതക്കകൾ കബൂലാക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അതിനൊക്കെ നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. ഊരവേദന, മുട്ടുവേദന, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവർ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا وسائر أعمالنا إلى حضرات من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا ومن دفنوا حوالي مساجدنا. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جناتك النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.